ഇന്നലെയെല്ലാം നമ്മളെ ത്രസിപ്പിച്ച ആ സെമി പോരാട്ടത്തിന്റെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ്, ലിയോണൽ മെസ്സിയുടെ ഒരു മാജിക്കൽ പെർഫോമൻസിന് കൂടി ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തുടരെ രണ്ടാം തവണയും ചാമ്പ്യന്മാരായ അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നു, അതും ഇഞ്ചുറി ടൈം ഗോളിൽ. മറ്റൊരു കംബാക്ക് പെർഫോമൻസ്. തീർച്ചയായിട്ടും അഞ്ജലി, കഴിഞ്ഞ മത്സരങ്ങളിലെ പോലെ തന്നെ അവസാന മിനിറ്റുകളിലെ ഗോളുകൾ ഒരിക്കൽ കൂടി അർജന്റീന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കേവലം 7 മിനിറ്റുകൾ, അതായത് 84 മിനിറ്റ് വരെ 1-0 എന്ന സ്കോറിന് ഇംഗ്ലണ്ടായിരുന്നു മുന്നിൽ നിന്നിരുന്നെങ്കിൽ 85-ാം മിനിറ്റിൽ എൻസോയും തുടർന്ന് ഇഞ്ചുറി ടൈമിൽ 2-ാം മിനിറ്റിൽ തന്നെ മാർട്ടിനസും ഗോൾ നേടുന്നു. അങ്ങനെ കേവലം 7 മിനിറ്റിൽ 2 ഗോളുകൾ മടക്കിയടിച്ചാണ് അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഈ 2 ഗോളുകൾക്കും വഴിയൊരുക്കിയത് സാക്ഷാൽ ലിയോണൽ മെസ്സി ആണെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അതോടുകൂടി ഈ 2 ഗോളുടെ അസിസ്റ്റോട് കൂടി തന്നെ അദ്ദേഹം എംബാപ്പയെ മറികടന്ന് ഗോൾഡൻ ബൂട്ടിൽ ഒന്നാമതെത്തുകയും ചെയ്തു. നേരത്തെ 2 പേർക്കും 8 ഗോൾ വീതമാണുള്ളതെങ്കിലും അസിസ്റ്റുകളുടെ ബലത്തിൽ എംബാപ്പയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അത് മെസ്സി ഇന്നലത്തെ മത്സരത്തോടുകൂടി തന്നെ മറികടക്കുകയും ചെയ്തു. എന്നാലും ആവേശകരമായ മത്സരത്തിൽ 55-ാമത്തെ മിനിറ്റിലാണ് ഗോർഡൻ്റെ ഗോളിലൂടെ ഇംഗ്ലണ്ട് മുന്നിലെത്തുന്നത്. തുടർന്ന് അങ്ങോട്ടേക്ക് പ്രതിരോധത്തിലേക്ക് ഊന്നിയുള്ള ഒരു മത്സരമാണ് തോമസ് ടുക്കേലിൻ്റെ ഇംഗ്ലണ്ട് ആവിഷ്കരിച്ചത്. അതാണ് അവർക്ക് തിരിച്ചടിയായതും. മുന്നേറ്റ നിരയിൽ ശക്തരായ ഹാരി കെയ്ൻ അടക്കമുള്ള താരങ്ങൾ ഉണ്ടായിരുന്നിട്ടും മത്സരത്തിൻ്റെ 55-ാം മിനിറ്റിന് ശേഷം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇംഗ്ലണ്ട് അവരുടെ കളിശൈലി മാറ്റി. മാത്രമല്ല 72-ാം മിനിറ്റിന് ശേഷം 5 താരങ്ങളാണ് അവരുടെ ഡിഫൻസിൽ മാത്രം ഉണ്ടായിരുന്നത്. മാത്രമല്ല 10ഓളം മുഴുവൻ താരങ്ങളും പ്രതിരോധത്തിൽ നിന്നാണ് മത്സരം മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അത് അർജന്റീനയ്ക്ക് കളി കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് സഹായകമാവുകയായിരുന്നു. നിരന്തരം ഇംഗ്ലണ്ടിൻ്റെ ഗോൾ മുഖത്തേക്ക് അർജന്റീന ഷോട്ടുകൾ പായിച്ചു. അവിടെ അവർക്ക് തടയായി നിന്നത് പിക്ഫോർഡിൻ്റെ മനോഹരമായ സേവുകൾ മാത്രമാണ്. ആ സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 4-5 ഗോൾ ഇംഗ്ലണ്ടിൻ്റെ വലയിൽ എത്തുന്നതായിരുന്നു സാഹചര്യം. തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണത്തിന് മുമ്പിൽ ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ നിരയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ 85-ാമത്തെ മിനിറ്റിൽ എൻസോഡ് ഒരു ലോങ് റേഞ്ചർ ഇംഗ്ലണ്ടിൻ്റെ വല തുളയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് അവിടുന്ന് വീണ്ടും അർജന്റീന നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഈജിപ്തിനെതിരെയും സ്വിറ്റ്സർലൻഡിനെതിരെയൊക്കെ കണ്ടതുപോലെ തന്നെ തുടർച്ചയായി ആക്രമണങ്ങൾ നരിച്ച് ആക്രമണങ്ങളിലേക്ക് നടന്ന് ഒരു ഗോൾ അടിച്ചേ മതിയാകും എന്ന തരത്തിലേക്ക് മത്സരം മാറ്റുന്നു. അങ്ങനെ 92-ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോൾ, അതായത് വിജയ ഗോളും മാർട്ടിനസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ അർജന്റീന ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഫൈനലിൽ അർജന്റീന നേരിടുക സ്പെയിനെയാണ്. 2 ശക്തമായ ടീം എന്നതിലുപരി തന്നെ ഒരു നടക്കാതെ പോയ മത്സരത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം കൂടി ആവുകയാണ് ഈ ഫൈനൽ. കാരണം ഫിനലിസമ എന്ന മത്സരം അത് കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ പശ്ചിമ ഏഷ്യ യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അത് നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അന്ന് ആരാധകർ കാത്തിരുന്ന ആ മത്സരം കൂടിയായിരിക്കും എന്തായാലും ഫൈനലിൽ നടക്കുക. എമാൽ മെസ്സി ഒരു പോരാട്ടം കാണുന്നതിന് വേണ്ടിയാണ് ഏവരും കാത്തിരിക്കുന്നത്. എമാലിനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം മുമ്പോട്ട് വന്നിരിക്കുന്നതെങ്കിൽ സാക്ഷാൽ മെസ്സിയുമായി നേർക്കുനേർ എമാൽ വരുന്ന ഒരു അവസരം കൂടിയാണ് എന്തായാലും ഫൈനലിൽ ഉണ്ടാവുക. ഒരു ഗോളിൽ തൂങ്ങാൻ നോക്കിയതാണ് എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായത്. എന്തായാലും മെസ്സിയും സംഘവും അങ്ങനെ അജയരായി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മനുഷ്യ സന്തോഷത്തിനിടെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ അർജന്റീനയുടെ മത്സരം വരുമ്പോഴെല്ലാം നമ്മൾ വിവാദങ്ങൾ കണ്ടു. ഇത്തവണ ഈ കളത്തിലെ വിവാദങ്ങൾക്കപ്പുറം ആഘോഷത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളും കടന്നു വരികയല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു ദ്വീപുമായി സംബന്ധിച്ചുള്ള പരാമർശമാണ് എന്തായാലും അർജന്റീനൻ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ആ ബാനർ ഉയർത്തിയാണ് മെസ്സി അടങ്ങുന്ന സംഘം ഈ ഒരു ആഘോഷം നടത്തിയത്. ആ ബാനർ എവിടെ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴുമില്ല. സമാനമായ ബാനറുകൾ ആരാധകർക്കിടയിലും കണ്ടിരുന്നു. ഒരുപക്ഷെ ആരാധകർ നൽകിയ ബാനർ മെസ്സിയും സംഘവും ഏറ്റുപിടിച്ചതാവാം എന്നുള്ളതാണ്. ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന കൈയടക്കിയ അർജന്റീനയുടെ ഒരു ദ്വീപ് അത് ഞങ്ങളുടെ തന്നെയാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ബാനറാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഫിഫയുടെ നിയമപ്രകാരം ശക്തമായി തന്നെ ഈ രാഷ്ട്രീയം കളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈജിപ്ത് പലസ്തീൻ്റെ കൊടിയടക്കം ഉയർത്തി കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അന്ന് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അർജന്റീനയുടെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു അച്ചടക്ക നടപടി ഫിഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം വലിയ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ വിഷയം അത് കളത്തിൽ കൊണ്ടുവന്നത് ഈ ഫിഫയുടെ നിയമാവലികൾക്ക് എതിരാണ്. അതിൽ കർശന നിയന്ത്രണം ഉണ്ടെന്നുള്ള കാര്യം ലോകകപ്പിന് മുമ്പ് തന്നെ അവർ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളിലൊക്കെ പലസ്തീന കൊടി അടക്കം കളത്തിൽ കൊണ്ടുവന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ഫിഫ നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ നടന്ന മത്സരങ്ങളിൽ പോലും അത്ര നടപടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അതിലുള്ള ചർച്ചയും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അച്ഛൻ ശരി മനീഷ്, അർജന്റീന ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് ആരാധകരെല്ലാം.